നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 1 മുതൽ 30 വരെയും ഇംഗ്ലീഷ് വർഷം 2025 മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെയുള്ള നിങ്ങളുടെ നക്ഷത്രപ്രകാരം, അതായത് 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് മേടരാശി. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് സർവൈശ്വരകാരകനായിട്ടുള്ള വ്യാഴം നല്ല സ്ഥാനത്ത്, അതായത് നമ്മുടെ ധനസ്ഥാനത്ത് നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥ നിലവിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി വച്ചിട്ട് അത്ര സുഖകരമല്ലാത്ത അവസ്ഥയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ധനം, വാക്ക്, വിദ്യ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ മാസം ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളും സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിൽ പറയുന്നത് വയറ്, അസ്ഥി, കണ്ണ്, കാല് എന്നിവ അതുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ് ശരീര അവയവങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ക്ഷീണാവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പറഞ്ഞ് ഭയപ്പെടുന്നതല്ല. അപ്പോൾ അതിനായിക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ കാലതാമസം കൂടാതെ ചികിത്സ തേടേണ്ടതാണ്. ദൈവഹിതം പറയുന്നത് സൂര്യദേവനെ പ്രാർത്ഥിക്കുക, ദേവിയെ പ്രാർത്ഥിക്കുക, കൃഷ്ണനെ പ്രാർത്ഥിക്കുക, പിന്നെ നാഗരാജ പ്രീതി, ശിവക്ഷേത്ര ദർശനം, ഇതൊക്കെയാണ് നമുക്ക് ഈ മാസത്തെ പ്രതിവിധികൾ. അപ്പോൾ ഇങ്ങനെ ആ പ്രതിവിധികൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയപ്പെടാതെ തന്നെ ഈ മാസം കടന്നു പോകാനായിട്ട് സാധിക്കും. ഇതൊക്കെ പറഞ്ഞെങ്കിലും ആ വേഴത്തിൻ്റെ അവസ്ഥ നല്ല സ്ഥാനത്തുള്ളതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും. ഇനി അടുത്ത് പറയുന്നത് ഇടവരാശിയാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വ്യാഴം രാശിയിൽ നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. എന്നാൽ ഈ ചൊവ്വയുടെ സ്ഥിതി വച്ചിട്ട് നിങ്ങളുടെ വാക്കിൻ്റെ സ്ഥാനത്ത് ചൊവ്വ നിലകൊള്ളുന്നു. പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് നീരസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിയുന്നതും നല്ല വാക്കുകൾ പറയുക. വിദ്യാർത്ഥികൾ തങ്ങളുടെ എഴുത്ത്, വിദ്യ, പ്രവൃത്തി എന്നിവയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു. പിന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഒരു ശ്രദ്ധ വേണമെന്നുള്ളതാണ്. ആ 2 വിദ്യാസ്ഥാനത്ത് ചൊവ്വ നിലകൊള്ളുന്നു. അതുകൊണ്ട് ഒരു കരുതൽ വേണം. പരാജയം കാണുന്നില്ല. ജോലി സാധ്യതയും കാണുന്നു. അപ്പോൾ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും യോഗം കാണുന്നു. അപ്പോൾ കൂടുതലും ശുഭ അവസ്ഥകൾ തന്നെയാണ് ഇടവരാശിയെ സംബന്ധിച്ച് ഉള്ളത്. അപ്പോൾ ഇതിൽ ദൈവഹിതം, നിങ്ങളുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ ചൊവ്വ, അതിനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ചൊവ്വാഴ്ച ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമായിരിക്കും. പിന്നെ പറയുന്നത് ശനിപ്രീതി. നിങ്ങൾക്ക് ഈ രാശിയിലോട്ട് ശനിയുടെ ബന്ധം തീരാറായി വരുന്നുണ്ട്. എന്നിരുന്നാലും ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് മിഥുനരാശിയാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം 3/4 ഭാഗം. നിങ്ങൾക്ക് രാശിയിൽ ചൊവ്വ ഗ്രഹം നിലകൊള്ളുന്നു. അത് അത്രത്തോളം ശുഭകരമല്ല. എന്നാൽ അവിഷ്ടസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ചൊവ്വയായതിനാൽ ലാഭവും അല്ലെങ്കിൽ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഈ മാസം ആലോചനയിൽ വരുന്നതാണ്. ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കാൻ സാധ്യത
കാണുന്നു. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം, ഉദ്യോഗലബ്ധി എന്നിവയും ഈ മാസം തെളിയുന്നു. വാഹനം ഓടിക്കുന്നത് പതുക്കെ ആയാൽ ഉത്തമം. ഇതൊക്കെ പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് മീനമാസം 15 ശേഷം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലുള്ളവരായാലും ആ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ കൃത്യനിഷ്ഠ ഒക്കെ പാലിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരു സ്ഥാനചലനം പോലെ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ കൃത്യനിഷ്ഠ സഹായകമായി തീരും. നിങ്ങൾക്ക് മീനമാസം 15 ശേഷം ശനിയുടെ ബന്ധം നിങ്ങളുടെ മീനരാശിയിലോട്ടുണ്ട്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഒരു കരുതൽ വേണം തൊഴിൽ സംബന്ധിച്ച്, പിന്നെ വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. നിങ്ങളുടെ രാശിയിലോട്ട് ശനിയുടെ ബന്ധം ഈ മീനമാസം പകുതിയോടെ അതിൽ വരുന്നുണ്ട്. ആ സ്ഥാനത്തൊട്ടുള്ള, അതായത് നിങ്ങളുടെ കർമ്മസ്ഥാനമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 10ാം ഭാവത്തിൽ ശനി പ്രവേശിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ശനിപ്രീതി ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല, വേഴം നിങ്ങൾക്ക് നിലവിൽ 12ലാണ്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതാണ് ഉചിതം. ശനിപ്രീതി, വേഴപ്രീതി ഇതൊക്കെ ചെയ്തു വരും. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രം, നമ്മുടെ ഇഷ്ടദേവത എന്നിവയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പ്രാർത്ഥനയുമായി മുമ്പോട്ട് പോവുക, ജോലിയിൽ കൃത്യത പാലിക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ദോഷങ്ങൾ അധികം വരാനായിട്ടില്ല. ഇനി പറയുന്നത് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർവ്രതത്തിൻ്റെ അവസാന 15 നാഴിക, പൂയം, ആയില്യം. നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യവും ആഗ്രഹസാഫല്യവും ഒക്കെ തന്നെ നിലവിൽ ഉണ്ട്. സന്താനങ്ങൾക്ക് അവരുടെ ജീവിത ഉയർച്ച, ഉന്നതി ഒക്കെ തന്നെ ഉണ്ടാകുന്നു. പിന്നെ സന്താനം ഇല്ലാതിരുന്ന ആൾക്കാർക്ക് സന്താന ഭാഗ്യം തെളിയുന്നു. പിന്നെ നേരത്തെ രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം, അതായത് മീനമാസം 15 ശേഷം നിങ്ങൾക്ക് അഷ്ടമത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ സ്ഥാനം മാറി 9ലോട്ട് ശനി സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അത് ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ വരും എന്ന് തന്നെയാണ് ശനി സൂചിപ്പിക്കുന്നത്. സഹോദര ഗുണം, ഭൂമി ലാഭം, വാഹന ലാഭം എന്നിവയും ഫലം. അപ്പോൾ ഈ വാഹന ലാഭം ഞാൻ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് മീനമാസം 20 ശേഷം കർക്കിടക രാശിയിലോട്ട് ചൊവ്വയുടെ പ്രവേശനമുണ്ട്. ആ ചൊവ്വയെ സംബന്ധിച്ച് കർക്കിടകം നീചരാശിയാണ്. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോഴും ആ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം എന്നുള്ളതാണ്. ദോഷം ഇല്ല, എന്നിരുന്നാലും ഒരു കരുതൽ അവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ കൂടുതലും കർക്കിടക രാശിയെ സംബന്ധിച്ച് നല്ല ഫലങ്ങളാണ് ഉള്ളത്. ഇനി പറയുന്നത് ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് നിലവിൽ വ്യാഴം കർമ്മസ്ഥാനത്താണ്, 10ാം ഭാവത്തിലാണ്. തൊഴിലിൽ കാര്യമായ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ ഈ മാസം നിങ്ങൾക്ക് ഈ വീട്ടിൽ, അതായത് ഉപകരണങ്ങൾ
നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ അത് കേടുവരാനൊക്കെ സാധ്യത കാണുന്നു. ഗവൺമെൻറ് കാര്യങ്ങൾ കൂടുതൽ കരുതൽ വേണം. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അലസത വരാതെയൊക്കെ ശ്രദ്ധാപൂർവം പഠിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പരാജയം വരത്തില്ല. മീനം 15 ശേഷം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 7-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ഭഗവാൻ അത് 8-ലോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. 8 എന്ന് പറയുന്നത് ആയുസ്സിൻ്റെ സ്ഥാനമാണ്. അഷ്ടമത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഗ്രഹസ്ഥിതിയും വെച്ചിട്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ശനിപ്രീതി, നാഗരാജപ്രീതി, ശിവപ്രീതി എന്നിവ ചെയ്യുമ്പോൾ നമുക്ക് രോഗത്തിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കും. മതിയായ ചികിത്സ തേടിയാൽ ഉചിതമായിരിക്കും. ഇനി പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാന 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 9-ാം ഭാവത്തിൽ നിലകൊള്ളുന്നു. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ഒരു ശുഭ അവസ്ഥ തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. ദൈവാനുഗ്രഹമുണ്ട്, ആഗ്രഹ സാഫല്യമുണ്ട്, വിവാഹാദി കാര്യങ്ങൾ, മംഗളകാര്യങ്ങൾ, ഗൃഹനിർമ്മാണം, അങ്ങനെ പിന്നെ യാത്ര, ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നു എന്ന് കാണുന്നു. യാത്രകൾ, പിന്നെ ക്ഷേത്ര ദർശനം. അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുന്നു എന്ന് കന്നിരാശിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. രാശിയിൽ കേതുവിൻ്റെ നിൽപ്പുണ്ട്. എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്ക് ഉള്ളതിനാൽ ദോഷം ഇല്ല. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് അതിജീവിക്കുന്നതിനായിട്ട് ഞരമ്പ് സംബന്ധിച്ചോ ഒക്കെയുള്ള കാര്യങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനായിട്ട് നാഗരാജപ്രീതി ഉത്തമമാണ്. പിന്നെ നിങ്ങൾക്ക് കാല് സംബന്ധിച്ചൊക്കെയുള്ള ക്ഷീണാവസ്ഥയും ഒക്കെ കാണുന്നു. ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന് ശിവപ്രീതിയാണ് ചെയ്യേണ്ടത്. ശിവന് ജലധാര ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഞായറാഴ്ച. അപ്പോൾ ഇനി പറയുന്നത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി നിലവിൽ അത്ര സുഗമമല്ല, അഷ്ടമത്തിലാണ്. ധനപരമായ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളും അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി സന്താനവുമായി ബന്ധപ്പെട്ട് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് അത് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു വന്നാൽ സമീപ ഭാവിയിൽ തന്നെ സന്താനഭാഗ്യം തെളിയുന്നതായി കാണുന്നു. പിന്നെ നിങ്ങൾക്ക് ശനി ധനസ്ഥാനത്തോട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. അത് ഈ മാസം, അതായത് മീനമാസം 15-ന് ശേഷം ശനി 6-ലോട്ട് പോകുന്നു. 6-ലെ ശനി നമുക്ക് എല്ലാ കാര്യങ്ങളും സഫലമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. നേരത്തെ വിചാരിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും സഫലമാകാൻ പോകുന്നു. അത് ഏതു തന്നെയായിരുന്നാലും ധനപരമായിട്ടുള്ള പുരോഗതിയും ഉണ്ടാകും. ഗവൺമെൻറ് കാര്യങ്ങളും നടക്കും. ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞുവെങ്കിലും നിരന്തരം പരിശ്രമം
ഒന്നിലധികം പ്രാവശ്യം പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനായിക്കൊണ്ട് ദൈവഹിതം പറയുന്നത് ശിവന് ജലധാര, പിന്നെ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഇഷ്ട വഴിപാടുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗ്യമൊക്കെ വർദ്ധിക്കാൻ കാരണമായി തീരും. അപ്പോൾ നേരത്തെ നിരാശപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇനി സഫലമാകാൻ പോകുന്നു. നിങ്ങൾക്ക് ശനി 5-ലായിരുന്നു. സന്താനങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ആയിരുന്ന ആൾക്കാർക്ക് അതൊക്കെ നേരെയായി വരാനുള്ള സമയമായി. അപ്പോൾ ഇനി പറയുന്നത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, കേട്ട. നിങ്ങൾക്ക് നിലവിൽ വേഴസ്ഥിതി നിവർത്തി സ്ഥാനത്താണ്. എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നു. ആഗ്രഹ സാഫല്യം നിലവിലുണ്ട്, ദൈവാനുഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത്. മംഗളകരമായ കാര്യങ്ങളൊക്കെ തന്നെ നടക്കും. മംഗളകാര്യങ്ങൾ നമ്മൾ സ്വന്തം ഭവനത്തിലോ മറ്റ് ബന്ധുമിത്രാദികൾക്കോ മംഗളപരമായ കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനും ഒക്കെയുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനലാഭം, ഗ്രഹം മോടി കൂട്ടുകയോ നിർമ്മിക്കുകയോ എന്നിവയൊക്കെ തന്നെ കാണുന്നു. യാത്രകൾ, തീർത്ഥാടനം യാത്രകൾക്കും ശുഭം. പിന്നെ വിദേശയോഗം, അതൊക്കെ തന്നെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം അതിജീവിച്ച് എല്ലാം നേരെയായി വരുന്നതായിട്ട് കാണുന്നു. മീനം 15-ന് ശേഷം ധനപരമായിട്ട് ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും മീനം 15-ന് ശേഷം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. കുഴപ്പമില്ല, എന്നിരുന്നാലും ഒരു കരുതൽ വേണ്ടി വരും. അപ്പോൾ പൊതുവേ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് നല്ല ഫലങ്ങളാണ് ഉള്ളത്. ഇനി അടുത്ത് പറയുന്നത് ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം നിലവിൽ മറഞ്ഞിട്ടുണ്ട്, 6-ലാണ്. അപ്പോൾ 6-ലെ വേഴം രോഗസ്ഥാനം അല്ലെങ്കിൽ നമുക്ക് സന്തോഷക്കുറവ് എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു. ധനപരമായ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും. അതിൽ കടം വരാനുമൊക്കെ ഉള്ള സാധ്യത കാണുന്നു. ആ വേഴത്തെ കൊണ്ട് അതാണ് സൂചിപ്പിക്കുന്നത്. കുടുംബകാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊരു വലിയ വിഷയമാക്കി മാറ്റി ഒരു അകലം സൃഷ്ടിക്കാതെ ബോധപൂർവം ചിന്തിച്ച് പോവുകയാണെങ്കിൽ ആ നീരസമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വാഹനം ഓടിക്കുമ്പോൾ അതായത് യാത്രയിൽ വേഗത കുറച്ച് പോകണമെന്നാണ് പറയുന്നത്. മീനമാസം 15-ന് ശേഷം നിങ്ങളുടെ തൊഴിൽ രംഗം വളരെ ശ്രദ്ധ വേണമെന്നാണ്. നമ്മളുടേതായ കുറ്റം കൊണ്ട് സ്ഥാനചലനം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ജോലിയിൽ അവ കൃത്യനിഷ്ഠ പാലിച്ചാൽ ഉത്തമമായിരിക്കും. മീനമാസം 15-ന് ശേഷം നിങ്ങൾക്ക് ശനിയുടെ പ്രവേശനം അത്ര സുഖകരമല്ല. ധനുരാശിയെ സംബന്ധിച്ച് 4-ാമിടത്ത് ശനി പ്രവേശിക്കുന്നു. കണ്ടക ശനികാലമെന്ന്
പറയും. എന്നാൽ ജാതകത്തിൽ, അതായത് നമ്മുടെ ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണ് നിൽക്കുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, ശനിപ്രീതി, മഹാവിഷ്ണുപ്രീതി, പിന്നെ സുഖസ്ഥാനത്ത് നിൽക്കുന്ന നാഗരാജാവ്, അപ്പോൾ നാഗരാജാപ്രീതി, പിന്നെ ബുധനാഴ്ച കൃഷ്ണപ്രീതി നടത്തുന്നതും ഉത്തമമായിരിക്കും. ഇതൊക്കെ നമുക്ക് ദൈവാനുഗ്രഹത്തോടെ ചെയ്യാൻ കഴിഞ്ഞാൽ കണ്ടകശനി വരുന്നു എന്നുള്ള ഭയം വേണ്ട, ഇതെല്ലാം അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് മകരരാശിയാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് നിലവിൽ വേഴം 5-ാം ഇടത്ത് നിലകൊള്ളുന്നു. 5 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനം, സന്താനഭാവം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമായി വരുന്നുണ്ട്. ഒരു പരിധി വരെയെങ്കിലും സഫലമായി വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും നമുക്ക് നിരാശയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥനയൊക്കെ നടത്തുക. അപ്പോൾ ഗുരുകടാക്ഷം നേടുകയും അതുവഴി ഭാഗ്യവർദ്ധനവും ഉണ്ടാവുകയും ചെയ്യും. മറ്റ് പദത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. പിന്നെ മകരരാശി സംബന്ധിച്ച് നിങ്ങൾക്ക് 2-ൽ നിൽക്കുന്ന ശനി, അതായത് വാക്ക്, വിദ്യ, പ്രവൃത്തി, ധനം എന്നിവയടങ്ങുന്ന സ്ഥാനത്ത് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ അത് ഈ മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ 15-ന് ശേഷം, അതായത് മീനമാസം 15-ന് ശേഷം ശനി 3-ാം ഇടത്ത് പ്രവേശിക്കുന്നു. മകരരാശിയെ സംബന്ധിച്ച് അതൊരു വലിയ വിജയമായി തന്നെ കാണണം. എല്ലാവിധമായ കാര്യങ്ങളും ശുഭകരമായ കാര്യങ്ങൾ ഒക്കെ തന്നെ കടബാധ്യതയോ അല്ലെങ്കിൽ ധനപരമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും, എല്ലാ തടസ്സങ്ങളും മാറുന്നതായിട്ട് ശനി ഭഗവാൻ സൂചിപ്പിക്കുന്നു. പിന്നെ ഗ്രഹം നിർമ്മാണമോ പുതുക്കലോ ഒക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സന്താനഭാഗ്യം തെളിയും. അപ്പോൾ മകരരാശിക്കാർക്ക് സംബന്ധിച്ച് നല്ല കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത്. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വ്യാഴം സ്ഥിതി അനുകൂലമാണ്. സുഖസ്ഥാനത്താണ് നിൽക്കുന്നത്, 4-ാം ഇടം. അത് സൂചിപ്പിക്കുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിൽ തന്നെയും ഭാഗ്യം തെളിയുന്നു. ഗൃഹനിർമ്മാണമോ പുതുക്കലോ ഒക്കെ തന്നെ നടക്കുന്നതായി കാണുന്നു. വാഹനലാഭം, ബന്ധുസഹായം കിട്ടും. പിന്നെ മാതൃപിതൃ സ്വത്തുക്കൾ കിട്ടാനുള്ളവർക്ക് അത് അനുകൂലമായി വരുന്നതായിട്ടും കാണുന്നു. അപ്പോൾ പൊതുവെ കുംഭരാശിക്കാർക്ക് കൂടുതൽ ഗുണഫലം തന്നെയാണ്. ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ആ ജന്മരാശിയിൽ നിന്ന് ശനി 2-ലോട്ട് പ്രവേശിക്കുന്നു. ശനിയുടെ കാഠിന്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ശനിപ്രീതി, വേഴപ്രീതി, പിന്നെ നാഗരാജപ്രീതി
ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ. ഇനി പറയുന്നത് മീനരാശിയാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന 15 നാഴിക, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് ഈ മാസം അത്രത്തോളം നല്ലതല്ല, ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. നിങ്ങൾക്ക് വ്യാഴം 3-ാമിടത്ത് നിലകൊള്ളുന്നു. അപ്പോൾ ഏത് കാര്യത്തിനായിരുന്നാലും ഒരുപാട് നന്നായിട്ട് പരിശ്രമം വേണമെന്നാണ് പറയുന്നത്. എന്നാലേ നമുക്കത് നേടിയെടുക്കാൻ പറ്റൂ. ഗവൺമെൻറ് കാര്യങ്ങൾ ഒന്നിലധികം പ്രാവശ്യം ശ്രമിച്ചാൽ മാത്രമേ അത് നടത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ യാത്രകൾ, അതും ഒരു പരിധിവരെ ശുഭമാകുന്നതായി കാണുന്നു. ഗ്രഹനിർമ്മാണം ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നമ്മുടെ ചിന്തയിൽ ഗ്രഹനിർമ്മാണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ മാസം നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഇനി പറയുന്നത് ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസവും കൂടിയാണ്. അതായത് മീനമാസം പകുതിക്ക് ശേഷം നിങ്ങളുടെ ജന്മരാശിയിൽ ശനി പ്രവേശിക്കുന്നു. എന്നിട്ട് യാത്രാസ്ഥാനത്തും ജീവിത പങ്കാളിയുടെ സ്ഥാനത്തും നമ്മുടെ തൊഴിൽ സ്ഥാനത്തും ഒക്കെ തന്നെ, പിന്നെ നമ്മുടെ കുടുംബം, ഇവിടെ ഇതെല്ലാം തന്നെ ശനി ബന്ധം വരുന്നുണ്ട്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശനിപ്രീതി അനിവാര്യമാണ്. മുടങ്ങാതെ എല്ലാ ശനിയാഴ്ചയും ശാസ്ത ക്ഷേത്രത്തിൽ, അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി ഇഷ്ട വഴിപാടുകൾ, നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങൾ, എള്ളുപായസം, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടാനുസരണമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ശനിയുടെ കാഠിന്യം നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണ് നിങ്ങൾക്ക് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ ജന്മത്തിൽ ശനി വരുന്നു എന്ന് കേട്ടിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് ഒരു ആസ്ട്രോളജറെ കണ്ട് അത് ശനിയുടെ അവസ്ഥ എന്താണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. പൊതുവേ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നന്നായിരിക്കും. മെയിനായിട്ട് ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ്. പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഈ ശനി ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈ രാശിചക്രത്തിൽ 12-ാം ഭാവം എന്ന് പറയും. അത് മോക്ഷസ്ഥാനമാണ്. ഈ മോക്ഷമൊക്കെ അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മോക്ഷം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നതായിട്ടും ശനിദേവൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ 12 രാശികളിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലങ്ങൾ ആണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഓരോരുത്തർക്കും പ്രായഭേദമന്യേ ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം, ഛിദ്രം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. അത് ഇപ്പോഴുള്ള ദശ ഒക്കെ അനുകൂലമാണെങ്കിൽ ഈ ദോഷം, മോശം ഫലങ്ങൾ പറഞ്ഞ രാശിക്കാർക്ക് അത് കൂടുതൽ എഫക്റ്റീവ് ആവത്തില്ല. അതുപോലെ തന്നെ ഗുണഫലങ്ങൾ പറഞ്ഞ രാശിക്കാർക്ക് അവർക്ക് ഇപ്പോൾ മോശം ദശയൊക്കെയാണ് വരുന്നുവെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് പോകും. അങ്ങനെയാണ്. എന്നാലും ചാരവശാലുള്ള ഫലം അനുഭവത്തിൽ വരും.
അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. ഒന്നാമതായിട്ട് നമ്മുടെ തൊഴിൽ രംഗം കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുക. പിന്നെ നമ്മുടെ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വാക്ക്, വിദ്യ, പ്രവൃത്തി എന്നിവയൊക്കെ നല്ലതായി വരാൻ വേണ്ടി കുടുംബദേവത, പരദേവത, ഇഷ്ടദേവതയൊക്കെ പ്രാർത്ഥിച്ച് കൃത്യനിഷ്ഠയോടുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത് ശനി മാറുന്ന വീഡിയോ അതുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.